വരുന്നതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഗുണങ്ങളോ അല്ലെങ്കിൽ ദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ശങ്കറിന്റെ വൈഫ് ഇത് ആദ്യം കേട്ടപ്പോ എന്തായിരുന്നു പ്രതികരണം? മെമ്പർമാരുടെ കൂടെ ഈ ക്ലബിലെ ഒരു അംഗമാകാനും അങ്ങനെ ഒരുമിച്ച് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു അവസരമാണ് ഇനി വരാൻ പോകുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. ഞാനും ഇദ്ദേഹമായിട്ട് ഒരേ കമ്പനിയിൽ വർഷങ്ങളായിട്ട് ഒരുമിച്ച് ജോലി ചെയ്ത് വരികയാണ്. അപ്പോൾ ഇപ്പം വീഡിയോ എടുക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ഒരു നാഷണൽ റെക്കോർഡ് കിട്ടി. അതെന്താണെന്ന് പുള്ളി തന്നെ പറഞ്ഞുതരും. അപ്പോൾ പുള്ളിനെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. സുഹൃത്തെ, പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് ശങ്കരാനന്ദ് എന്നാണ്. ഞാൻ അപ്പോളോ ടയർസിൽ അരുണിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഏകദേശം ഞാൻ 2008 ജോയിൻ ചെയ്തത് അപ്പോളോ ടയർസിൽ. 2008 അങ്ങനെയാണ് ഞങ്ങൾ പരിചയം. അപ്പോൾ ശങ്കറിന് ഇപ്പോൾ ശരിക്കും എത്ര വയസ്സായി? എനിക്കിപ്പോ ശരിക്കും 36 വയസ്സായി. എനിക്ക് പറയുമ്പോൾ 37 വയസ്സായി. അപ്പോൾ എൻ്റെ 37 വയസ്സിനിടയിൽ എൻ്റെ ജീവിതത്തിൽ 37 ജന്മദിനങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ശങ്കറിന്റെ ജീവിതത്തിൽ എത്ര ജന്മദിനങ്ങൾ ഈ 36 വയസ്സിനിടയിൽ വന്നിട്ടുണ്ട്? എൻ്റെ ജീവിതത്തിൽ ഒരു 9 ജന്മദിനങ്ങളാണ് കടന്നു വന്നിട്ട്. 36 വയസ്സിനിടയിൽ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള നിലയിൽ 9 ജന്മദിനങ്ങളാണ്. ആ ഒരു കാരണം കൊണ്ടാണ് ശങ്കറിന് ഒരു റെക്കോർഡ് കിട്ടാൻ കാരണം. ശങ്കർ മാത്രമല്ല, ഒരു 102ഓളം പേർക്ക് ഒരുമിച്ച് റെക്കോർഡ് കിട്ടിയതാണ്. അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, ശങ്കറിന്റെ ജന്മദിനം ഫെബ്രുവരി 29-ാം തീയതിയാണ്. അപ്പോൾ ആ ഡേറ്റ് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, 4 വർഷം കൂടുമ്പോൾ ഒരു പ്രാവശ്യമാണ് ഫെബ്രുവരി 29 കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ശങ്കർ ജനിച്ച് ആദ്യത്തെ ജന്മദിനം കടന്നു വന്നത് ശങ്കറിന്റെ 4ാമത്തെ വയസ്സിലാണ്, അല്ലെ? അത് കഴിഞ്ഞ് 2ാമത്തെ വന്നത് 8ാമത്തെ വയസ്സിൽ, ഫെബ്രുവരി 29. ആ ദിവസം നിങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നവരാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആ ദിവസം ബർത്ത്ഡേ ആഘോഷിക്കുന്നവർ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. കാരണം അവർക്ക് ഉപകാരപ്രദമാകുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 36 വയസ്സിനിടയിൽ 9 ബർത്ത്ഡേ ജന്മദിനങ്ങളാണ് പുള്ളിയുടെ ലൈഫിൽ ആകെ കടന്നു വന്നേക്കണത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു 4 വർഷം കൂടുമ്പോൾ ബർത്ത്ഡേ വരുന്നതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഗുണങ്ങളോ അല്ലെങ്കിൽ ദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കോളേജിലൊക്കെ പഠിക്കുമ്പോ ഫ്രണ്ട്സിനൊക്കെ ട്രീറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. ബാക്കിയുള്ള ഫ്രണ്ട്സിന്റെ ഒക്കെ എല്ലാ ഡേറ്റ് ഓഫ് ബർത്തിനും നമുക്കും ട്രീറ്റ് കിട്ടുകയും ചെയ്യും. അങ്ങോട്ട് കൊടുക്കാൻ വേണ്ട. അടിപൊളി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇതുപോലെ മറ്റുള്ളവർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ആഘോഷിക്കുമ്പോ നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു ദുഃഖമാണ്. പിന്നെ ഇതുപോലെ തന്നെയാണ് ഈ ഫെബ്രുവരി 29 എന്ന് പറയുന്നത് ഒരു കൊല്ലത്തിലുണ്ട്, അടുത്ത കൊല്ലത്തിലില്ല എന്നുള്ളത് കൊണ്ട് പലപ്പോഴും എല്ലാവർക്കും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറയുമ്പോൾ ആ കൊല്ലത്തില് ഫെബ്രുവരി 29 ഉണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. അത് കാരണം ഈ ഡോക്യുമെന്റേഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം ഫെബ്രുവരി 29 88 അത് 1988 നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി കൊടുക്കുമ്പോൾ ഇവര് നമ്മളോട് ചോദിക്കും അതിലുണ്ടോ, പിന്നെ അങ്ങനെയുള്ള സംശയങ്ങൾ കൺഫ്യൂഷൻ വരും. ഇപ്പൊ എല്ലാം ഡിജിറ്റലൈസേഷൻ ആയതുകൊണ്ട് ഇപ്പൊ കുഴപ്പമില്ല, അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. പണ്ടൊക്കെ എല്ലാം ഫോം ഫില്ല് ചെയ്തല്ലേ നമ്മള് കൊടുക്കുക. അപ്പോ ശരിക്കും ഫെബ്രുവരി 29 ഇല്ലാത്ത വർഷങ്ങളിൽ, അതായത് ബർത്ത്ഡേ ആഘോഷിക്കുന്ന പല രീതിയിലാണ്. ഒന്നെങ്കിൽ ഫെബ്രുവരി 28 ആഘോഷിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ മാർച്ച് 1-ാം തീയതി ആഘോഷിക്കും. ചിലവരെ ആഘോഷിക്കാറില്ല. പിന്നെ ചിലവരെ ഇതൊന്നും പിടിക്കാണ്ട് മലയാള മാസം നോക്കിയിട്ട് അതിൽ ആഘോഷിക്കും. അപ്പൊ ശങ്കറിന് അവിടെ എങ്ങനെയാണ് മൊത്തത്തിൽ? മലയാളം മാസം നോക്കിയാണ് ആഘോഷിക്കാറ്. അപ്പോ ആ ഒരു ബുദ്ധിമുട്ട് ശരിക്കും വരില്ല. പിന്നെ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തും കൂടി വരുമ്പോ ആ കൊല്ലത്തില് ആ ഡേയിലും കൂടി ആഘോഷിക്കും. അപ്പോ ഇങ്ങനെ ഒരു സാഹചര്യത്തില് ഇതേപോലെ ഞാൻ ഇങ്ങനെ ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഗ്രൂപ്പുകളിലൊക്കെ ഒരു മെസ്സേജ് കണ്ടത്. ഇതേപോലെ ഇങ്ങനെ കുറച്ച് ഫെബ്രുവരി 29 ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള 4 കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം ആഘോഷിക്കാൻ പറ്റുന്നവരുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ അവരും തുല്യ ദുഃഖിതരാണ്. ഇതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് 4 കൊല്ലത്തിൽ വരുമ്പോ ഒരു കൊല്ലത്തിലില്ല, അടുത്ത കൊല്ലത്തിൽ വരുന്നു. അപ്പൊ ബാക്കിയുള്ളവരുടെ ഒക്കെ വീട്ടില് ബാക്കി എല്ലാവരുടെയും ആഘോഷിക്കുന്നു, ഇവരുടെ മാത്രം ആഘോഷിക്കുന്നില്ല. ഇങ്ങനെ വരുമ്പോ ഇവർക്ക് ആ ഒരു വിഷമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇവര് കുറച്ച് പേര് ചേർന്നിട്ട് തൃശ്ശൂര് ഒരു സംഘടന പോലെ രൂപീകരിച്ചിട്ട് അവരിതേപോലെ ഈ ഡേറ്റില് ഒരു ഫംഗ്ഷൻ പോലെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ഇവരങ്ങനെ ചെയ്തു. അന്നത്തെ ദിവസം ഈ ടാലന്റ് റെക്കോർഡ് ബുക്കിന്റെ ആളുകൾ വന്നിട്ട് അവിടെ എല്ലാവരുടെയും ഇതൊരു ഫംഗ്ഷൻ പോലെ ആക്കി ഇവർക്ക് സർട്ടിഫിക്കറ്റും പിന്നെ അതുപോലെ തന്നെ മെഡലും ഒക്കെ കൊടുത്തു. അങ്ങനെ ആ ഒരു ഫംഗ്ഷനിൽ പങ്കുചേരാൻ എനിക്കും ഒരു ഭാഗ്യം കിട്ടി. അപ്പൊ അതിന്റെ സംഘാടകരുടെ ഡീറ്റെയിൽസ് അത് ഞാൻ ലാസ്റ്റ് ഏതായാലും കാണിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ഇതിന്റെ അവസാനം.
അപ്പൊ ശങ്കറിന്റെ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയൊക്കെ ഉള്ളതാണ്. അപ്പൊ ശങ്കറിന്റെ വൈഫ് ഇത് ആദ്യം കേട്ടപ്പോ എന്തായിരുന്നു പ്രതികരണം? വൈഫിന്റെ ഡേറ്റ് ഓഫ് ബർത്തും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ 29 ആണ്. 29 അതങ്ങനെ തപ്പിയെടുത്താണോ 29 നോക്കി? അല്ലല്ല, ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാതകമൊക്കെ നോക്കിയിട്ടാണല്ലോ. വൈഫ് എന്ത് പറഞ്ഞു ഇത് കേട്ടപ്പോ? വൈഫ് ഇത് കേട്ടപ്പോ, ഈ ഒരു ഫംഗ്ഷനെ കുറിച്ച് കേട്ടപ്പോ, പിന്നെ കൊല്ലത്തിൽ 4 കൊല്ലത്തിൽ ഒരിക്കൽ വരുന്നത് കൊണ്ടും കുറച്ച് ഈ പ്രാവശ്യം കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെയാണ്. അപ്പോ അത് കുറച്ച് ഗ്രാൻഡ് ആയിട്ട് നോക്കാം എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു. എന്നിട്ട് പിന്നെ ഈ ഫംഗ്ഷൻ അന്ന് വൈകിട്ടായിരുന്നു. അപ്പൊ വൈകിട്ട് ഈ ഫംഗ്ഷന് പോയി ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അവിടെ എല്ലാവരും കുറച്ച് പേരൊക്കെ വന്നിരുന്നു, റെസ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അതിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ വൈഫ് എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ കുട്ടികളായിരിക്കും കൂടുതൽ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേഷൻ ചെയ്യണം. ഇപ്പം നമ്മുടെ മക്കളെ നമ്മൾ സ്കൂളിൽ മിഠായി പാക്കറ്റൊക്കെ ആയിട്ട് പറഞ്ഞിട്ട് ബർത്ത്ഡേ ഒന്ന് കളർ ഡ്രസ്സ് ഇടാം. അപ്പോൾ ആ ഒരു കുട്ടിക്കാലത്ത് ഈ ഒരു 4 കൊല്ലത്തിൽ ബർത്ത്ഡേ ആണ്, കോളേജ് ലൈഫിൻ്റെ കാര്യം പറഞ്ഞു, കുട്ടിക്കാലത്ത് അത് എഫക്ട് ചെയ്തിട്ടുണ്ടോ? കുട്ടിക്കാലത്ത് എനിക്ക് ഒരു ദിവസം മാത്രമാണ് ഓർമ്മയുള്ളത്. അതായത് ആ ഒരു ദിവസം മാത്രമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആഘോഷിച്ചിട്ടുള്ളത്. നല്ല ഡ്രസ് ഇട്ട്, അത് എല്ലാ കൊല്ലം വരാത്തത് കൊണ്ട് ഒരു കൊല്ലത്തിൽ ആ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ. അത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെയുള്ള ആ ഒരു കാലഘട്ടം. തൃശ്ശൂര് ഒല്ലൂരുള്ള ഒരു ഷാജി ചേട്ടനാണ് ഇതിനെല്ലാത്തിനും കൂടി ഒരു തുടക്കം കുറിച്ചേട്ടാ. പുള്ളി ഷാജി ചേട്ടൻ ഫെബ്രുവരി 29 ജനിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ പണ്ട് മുതലേ ഇതിന്റെ പല പ്രശ്നങ്ങളും ഗുണങ്ങളും എല്ലാം അറിഞ്ഞ് വന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു സുഹൃത്തായ ഒരു യൂട്യൂബറോട്, ഒരു വാർത്താ ചാനലുള്ള ഒരു ചേട്ടനോട് ഈ കാര്യം പറയുകയും പുള്ളി അത് ഫെബ്രുവരി 29 ബർത്ത്ഡേ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സമീപിക്കാൻ, നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇടുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് തൃശ്ശൂർ തേക്കങ്ങാട് മൈതാനിയിൽ ഒരു 5 സുഹൃത്തുക്കൾ ഈ ഫെബ്രുവരി 29 ബർത്ത്ഡേ ഉള്ളവർ ഒരുമിച്ച് കൂടി അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തു. അപ്പോൾ എത്രത്തോളം അത് മുൻപോട്ട് കൊണ്ടുപോകുന്ന അവർക്ക് അന്ന് സംശയം ഉണ്ടായിരുന്നു. പിന്നീട് ഈ 2024 ഫെബ്രുവരി 29 അവർ കണക്കുകൂട്ടി പല സോഷ്യൽ മീഡിയകളിലും വാർത്താ ചാനലുകളിലും പത്രങ്ങളിലൊക്കെ ഈ ഒരു പരസ്യം ചെയ്തതിന്റെ ഫലമായിട്ട് കുറച്ചധികം ആളുകൾ ഒരുമിച്ച് കൂടി സാഹിത്യ അക്കാദമി ഹാളിലാണ് പരിപാടി നടത്തിയത്. അന്ന് അവിടെ ഒരു 64ഓളം പേര് ഒരുമിച്ച് അവിടെ ബർത്ത്ഡേ ഉള്ളവർ ഒരുമിച്ച് വരികയും ഫാമിലിയോടൊപ്പം വരികയും അതുപോലെ തന്നെ ഒരു 38 പേര് ഓൺലൈനായിട്ട് അവിടെ പങ്കെടുക്കുകയും അങ്ങനെ ടോട്ടൽ ഒരു 102 പേർക്ക് അവിടെ ഒരുമിച്ച് ഈ പരിപാടി പങ്കെടുത്ത് ബർത്ത്ഡേക്കാർ ഒരുമിച്ച് പങ്കെടുത്തുകൊണ്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും അതുപോലെ തന്നെ മെഡൽ കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇനി അവർ പറയുന്നത് 2028 അടുത്ത ഫെബ്രുവരി 29 കടന്നു വരുന്നത്. അപ്പോൾ 2028 ആകുമ്പോഴേക്കും ഈ ഒരു തരത്തിൽ തന്നെ ഇവർ മുൻപോട്ട് പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 1000ഓളം പേരെ സംഘടിപ്പിച്ചുകൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കാമെന്നാണ് അവർ ആശയമായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു പരിപാടിയൊക്കെ അവർ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്നവർ, ഫെബ്രുവരി 29 ബർത്ത്ഡേ ഉള്ളവർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ അറിയാവുന്നവരൊക്കെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. കാര്യം ആ 2028 ആകുമ്പോഴേക്കും ചിലപ്പോൾ അവർക്കും ഇതിൽ പങ്കെടുത്തുകൊണ്ട് ചിലപ്പോൾ അവർക്കും ഒരു സർട്ടിഫിക്കറ്റ് നേടാനും അല്ലെങ്കിൽ ഇതിൽ ഈ ഒരു മെമ്പർമാരുടെ കൂടെ ഈ ക്ലബ്ബിലെ ഒരു അംഗമാകാനും അങ്ങനെ ഒരുമിച്ച് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു അവസരമാണ് ഇനി വരാൻ പോകുന്നത്. നമ്മൾ ആ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ഫെബ്രുവരി 29 ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ഏതെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഷാജി റാഫേൽ ചേട്ടനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേരെന്ന് പറയുന്നത് ലീപ് യുവർ ഫ്രണ്ട്സ് എന്നാണ്. ഇപ്പോൾ ഏകദേശം വളരെ കൂടുതൽ ആൾക്കാരായിട്ടുണ്ട്. ഇപ്പോൾ UAE-യിലും ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലുള്ളവരും ഇപ്പോൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലർക്കും നേരിട്ട് വന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരെല്ലാവരും ഫോണിൽ ആളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോൾ കോൺടാക്ട് ചെയ്താലും ആള് ഈ ഗ്രൂപ്പിലേക്ക് മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത 2028 ഇനി ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് തന്നെ പറയാൻ വേണം. ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്കുള്ള ഒരു പ്രയാണത്തിൽ ഷാജി റാഫേലും ഞങ്ങളും ഒക്കെ പാടെ ഒന്നിച്ച് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് ജോയിൻ ചെയ്യാം. ഫെബ്രുവരി 29 ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളവർക്ക്. അപ്പോൾ ശങ്കർ പറഞ്ഞ പോലെ തന്നെ ലീപ് ഇയർ ഫ്രണ്ട്സ് എന്നാണ് ഈ സംഘടനയുടെ പേര്. നമ്മുടെ ഷാജി ചേട്ടനാണ് അതിൻ്റെ മെയിൻ ആള്. അപ്പോൾ ഞാനൊരു കാര്യം അതിനെ കൂടെ ചേർക്കുകയാണ്. കാര്യം ഈ പുള്ളിക്ക് റെക്കോർഡ് കിട്ടിയെന്ന് പറഞ്ഞത് ഫെബ്രുവരി 29 നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോഴേക്ക് ഏകദേശം 2 മാസം കഴിഞ്ഞിരുന്നു. അത് നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം ഒത്തുവരാത്തതുകൊണ്ടാണ് ഇത്രയും 2 മാസത്തെ ഡിലേ വന്നത്. കാര്യം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യണത് തൃശ്ശൂരാണ്, പുള്ളി പാലക്കാടുകാരനാണ്, ഞാൻ എറണാകുളംകാരനാണ്. അങ്ങനെ 3 ജില്ലകളിലായിട്ട് ഇതായിട്ട് കിടക്കുന്നത് കൊണ്ടും അതുപോലെ നമ്മുടെ കമ്പനിയിലെ ഷിഫ്റ്റ് പല സമയമൊക്കെ ആയതുകൊണ്ട് നമുക്ക് നേരിട്ട് കണ്ട് പല പ്രാവശ്യം നമ്മൾ ഫോണിലൂടെയൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും നേരിട്ട് കണ്ടിട്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ എടുക്കാനുള്ള സമയം ഒത്തുവന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഒരു കൗതുകകരമായ ഒരു വാർത്ത ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ എടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒല്ലൂരുള്ള ഈ ഷാജി ചേട്ടൻ്റെ നമ്പർ ഞാനിവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് ഷാജി ചേട്ടനെ കോൺടാക്ട് ചെയ്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നേരിട്ട് അറിയാനും സാധിക്കുന്നതാണ്. അതുപോലെ ഷാജി ചേട്ടൻ്റെ ഇതിനെക്കുറിച്ചുള്ള ഒരു ഇൻ്റർവ്യൂ എനിക്ക് എടുക്കണമെന്നൊരു ആഗ്രഹം കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു കമൻറ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഫെബ്രുവരി 29 ബർത്ത്ഡേ ആഘോഷിക്കുന്നവരൊക്കെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തിയാലേ നമുക്കത് മനസ്സിലാവും എത്ര പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ബർത്ത്ഡേ ആഘോഷിക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റിയെന്നോ അല്ല അവരുടെ എത്ര ബർത്ത്ഡേ
ആഘോഷിക്കുന്നവരിലേക്ക് നമ്മുടെ വീഡിയോ എത്തി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഷാജി ചേട്ടൻ്റെ ഒരു വീഡിയോ ഞാൻ പുറകെ ചെയ്യുന്നതാണ്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. വീണ്ടും ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും